My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. ലേബർ ഗവൺമെൻറ്റിൻ്റെ പുതിയ ബജറ്റിലെ ടാക്സ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒക്ടോബർ 30 ഓട്ടം ബജറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ ടാക്സ് നിർദ്ദേശങ്ങളാണ് മലയാളികളെ ബാധിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് നോൺ ഡൊമസൈൽ ടാക്സിലുള്ള ചേഞ്ചസ് ആണ്. സാധാരണ രീതിയിൽ UK-യിൽ 182 ഡേയ്സിൽ കൂടുതൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേൾഡ് വൈഡ് ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. UK-യിൽ താമസിക്കുന്ന ഒരു വ്യക്തി അത് 182 ഡേയ്സിൽ കൂടുതലാണെങ്കിൽ മറ്റേത് രാജ്യത്തും നിങ്ങൾക്ക് വരുമാനമുണ്ടെങ്കിൽ ആ വരുമാനത്തിന് UK-യിൽ ടാക്സ് കൊടുക്കണം. ഇപ്പോൾ വന്നിരിക്കുന്ന നിയമം 7 വർഷം എന്നുള്ളത് 4 വർഷമാക്കിയത് അത് എല്ലാവരെയും തന്നെ ബാധിച്ചിരിക്കുന്നു. അതായത് UK-യിൽ 4 വർഷത്തിൽ കൂടുതൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റെമിറ്റൻസ് ബേസിൽ ടാക്സ് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ഇൻകം മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് UK-യിലേക്ക് റീപാട്രിയേറ്റ് ചെയ്തില്ല എങ്കിലും ആ വരുമാനത്തിൻ്റെ ടാക്സ് ഇവിടെ കൊടുക്കണം. ആദ്യത്തെ 4 വർഷം മാത്രമേ നിങ്ങൾക്ക് നോൺ ഡൊമസൈൽ സ്റ്റാറ്റസ് എന്ന പേരിൽ നിങ്ങൾക്ക് റെമിറ്റൻസ് ബേസിൽ ടാക്സ് അടയ്ക്കാൻ പറ്റുകയുള്ളൂ. ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഇൻകം 1,00,000 പൗണ്ട് നാട്ടിലുണ്ടെങ്കിൽ അതിൽ 40,000 പൗണ്ടാണ് റെമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 4 വർഷം മാത്രമേ നിങ്ങൾക്ക് റെമിറ്റൻസ് ബേസിൽ നിങ്ങൾക്ക് ടാക്സ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. 4 വർഷത്തിന് ശേഷം നിങ്ങളുടെ എമൗണ്ട് നാട്ടിലാണെങ്കിലും ആ ഇൻകത്തിന് UK-യിൽ ടാക്സ് കൊടുക്കണം. റെമിറ്റൻസ് ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ഡീംഡ് ഡൊമസൈൽ എന്ന രീതിയിൽ വേൾഡ് വൈഡ് ഇൻകത്തിന് ടാക്സ് UK-യിൽ കൊടുക്കേണ്ടി വരുന്നു. ഇതുകൂടാതെ തന്നെ ഇൻഹെറിറ്റൻസ് ടാക്സിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്, നിങ്ങൾ UK-യിൽ 10 വർഷത്തിൽ കൂടുതൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേൾഡ് വൈഡ് അസറ്റിന് UK-യിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് 40% കൊടുക്കണം. ഇത് എല്ലാ മലയാളികളെയും ബാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വത്തുക്കൾ പേരൻസ് തന്നാലോ നിങ്ങൾ സ്വന്തമായിട്ട് ആർജിച്ച സ്വത്തുക്കളാണെങ്കിലും 10 വർഷത്തിൽ കൂടുതൽ UK-യിൽ താമസിച്ചതിന് ശേഷം നിങ്ങളുടെ സ്വത്തുക്കൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ 3,25,000 പൗണ്ടിന് മുകളിൽ നിങ്ങൾ 40% ടാക്സ് കൊടുക്കണം. ഇങ്ങനെ ഏതൊക്കെ സ്വത്തുക്കളാണ് ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പരിധിയിൽ വരുന്നത് എന്ന് വെച്ചാൽ 10 വർഷത്തിൽ കൂടുതൽ UK-യിൽ താമസിച്ചിട്ട ഒരാൾക്ക് അവരുടെ വിദേശ സ്വത്തുക്കളും അവരുടെ പേരൻസ് തന്നിരിക്കുന്ന അല്ലെങ്കിൽ അവർ വാങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടും. ഇത് പ്രകാരം UK-യിൽ താമസിക്കുന്ന മലയാളികൾ അല്ലെ ഇന്ത്യക്കാർ ഇവർക്കെല്ലാം ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പരിധിയിൽ വിടും. 3,25,000 പൗണ്ട് എന്ന് പറയുമ്പോൾ ആവറേജ് 3,25,00,000 കൂടുതൽ നിങ്ങളുടെ UK-യിലെയും നാട്ടിലെയും പേരൻസ് തന്നതും ഗിഫ്റ്റും എല്ലാ സ്വത്തുക്കളുടെ കൂട്ടുമ്പോൾ ഇതിൽ കൂടുതൽ എമൗണ്ട് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ 40% ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഈ നിയമപ്രകാരം സാധാരണ എല്ലാ മലയാളികളെയും ഇത് ബാധിക്കുന്നു. അതുകൊണ്ട് കൃത്യമായ ടാക്സ് പ്ലാനിങ്ങിലൂടെ ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ കൊടുക്കുന്ന പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഒക്ടോബർ 30 ഓട്ടം ബജറ്റ് പ്രകാരം ഈ നിയമം വരുമ്പോൾ സാധാരണ UK-യിൽ താമസിക്കുന്ന എല്ലാ മലയാളികളെയും, പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് UK-യിൽ വന്ന് താമസിക്കുന്നവർക്ക് വിദേശത്തുള്ള വരുമാനത്തിന് 4 വർഷത്തിനുള്ളിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇതുപോലെ തന്നെ വിദേശത്ത് അവരുടെ അസറ്റ് ഉണ്ടെങ്കിൽ 10 വർഷത്തിനുള്ളിൽ അത് ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പരിധിയിൽ വിടും. അതായത് ഏത് വരുമാനമുണ്ടെങ്കിലും 182 ഡേയ്സിൽ കൂടുതൽ താമസിച്ചു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഇൻകത്തിന് ടാക്സ് കൊടുക്കണം. അത് 4 വർഷത്തിനുള്ളിൽ മാത്രമേ റെമിറ്റൻസ് ബേസിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റുകയുള്ളൂ. 4 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇൻകം നാട്ടിലാണെങ്കിലും അതിൻ്റെ ടാക്സ് കൊടുക്കണം. 10 വർഷത്തിൽ കൂടുതൽ UK-യിൽ താമസിച്ചിട്ടുള്ളവർ നാട്ടിലെ അസറ്റും ഇവിടുത്തെ ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ 3,25,000 എന്ന പരിധിയിൽ പെടുത്തി ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഒക്ടോബർ 18 നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ UK ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി UK-യിൽ ഒരു ബിസിനസ് തുടങ്ങുവാനും സ്കെയിലപ്പ് ചെയ്യുവാനും UK-യിലെ ലീഗൽ, ടാക്സ്, ബിസിനസ് അഡ്വൈസിനെ പറ്റി കൃത്യമായ പ്രൊഫഷണൽസുമായിട്ട് സംസാരിക്കാനും ഉള്ള അവസരം കിട്ടുന്നതാണ്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.